ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രോദയത്തിലോട്ട് തിരിച്ചെത്തിയിരിക്കുവാണ്. ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴേക്കും ചന്ദ്രയോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. രവീന്ദ്രൻ ചോദിക്കും, എപ്പോഴും ഇത് നീ നിൻ്റെ വീടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഉറക്കത്തിൽ പോലും പറയും, പിന്നെ എന്തിനാ ചന്ദ്ര നീ ഈ വീട് വിട്ട് പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രക്ക് അതിന് മറുപടിയൊന്നുമില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. സുധി പറയുന്നതോ, അമ്മ പോയേ പിന്നെ ഞാൻ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഒന്നും കഴിക്കാറില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുന്നുണ്ട്. അവൻ പുറത്തുനിന്ന് കഴിച്ചുകൊണ്ടും വരും, ഇവിടെ നിന്നൊന്നും കഴിക്കാറില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയാണെങ്കിലോ ആൻറ്റി ഇവിടെ നിന്ന് പോയപ്പോൾ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അത് 2 ദിവസം രേവതി ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, അതിൻ്റെ ക്ഷീണമാണെന്ന് സച്ചിയും പറയുന്നുണ്ട്. ഞാനും ട്രിപ്പിനൊക്കെ പോയി വരുമ്പോഴേക്കും എനിക്കും 2 കിലോ ഒക്കെ കുറയാറുണ്ട്, എല്ലാം രേവതിയുടെ ഭക്ഷണത്തിൻ്റെ കഴിവാണെന്നൊക്കെ സച്ചി പുകഴ്ത്തുന്നുണ്ട് രേവതിയെ. അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ ഭക്ഷണം കിട്ടാത്തൊരിടത്തോട്ടല്ല പോയത്, ഞാൻ നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട് ദേഷ്യത്തിൽ തന്നെ. അപ്പോൾ സച്ചി പറയും, അച്ഛാ എത്രയൊക്കെ ഇവിടെ വഴക്കുണ്ടായാലും ഇനി ഈ വീട് വിട്ട് പോവല്ലേ എന്ന് പറ, രേവതി ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ച് ഞങ്ങളെ തന്നെ ചീത്ത പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാൻ പറ എന്നൊക്കെ സച്ചി കളിയാക്കുന്നുണ്ട് ചന്ദ്രയെ. അവിടെ വഴക്കിടാൻ ആളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ ചന്ദ്ര നീ തിരിച്ചു വന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുവേ സച്ചി പറയുന്നുണ്ട്, ആ അച്ഛൻ പറഞ്ഞത് ശരിയാ, അതുകൊണ്ടായിരിക്കുള്ളൂ തിരിച്ചു വന്നത്. കാരണം ഈ അമ്മ എന്ത് പറഞ്ഞാലും ബാമാൻറ്റി കേട്ടുകൊണ്ടേയിരിക്കും, തല്ല് പിടിക്കാൻ ആളില്ലല്ലോ, ബാമാൻറ്റിയായിട്ട് തല്ല് പിടിക്കാനും പറ്റത്തില്ല എന്നൊക്കെ സച്ചി പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയും, ഞാൻ എന്താ ഇവിടെ വന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലേ, എന്നോട് പോവാനാണോ നിങ്ങൾ വീണ്ടും പറയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഇനി എല്ലാവരും കളിയാക്കുന്നു എന്ന് പേരും പറഞ്ഞ് ഈ വീട് വിട്ട് പോകാനാണോ ആൻറ്റിയുടെ ഭാവം, അന്ന് ഞാൻ ശ്രീകാന്തുമായിട്ട് തല്ലുപിടിച്ച് വീട്ടിൽ പോയി തിരിച്ചു വന്ന ടൈമിൽ ആൻറ്റി എന്തൊക്കെ ചീത്തയാ എന്നെ പറഞ്ഞത്, ഇപ്പോൾ അതേ തെറ്റ് തന്നെ ആൻറ്റിയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ വർഷ കിട്ടിയ അവസരം മുതലാക്കുവാണേ. ചന്ദ്രയ്ക്ക് ഇതിനൊന്നും മറുപടി പറയാൻ ഉത്തരങ്ങളില്ലാതെ മിണ്ടാതെ നിൽക്കുവാണേ. ശ്രുതിയുടെ മനസ്സിലാണെങ്കിലോ, ഞങ്ങൾ അത്രയൊക്കെ പറഞ്ഞിട്ടും ആൻറ്റി എന്തിനാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്, എന്തോ കാരണമുണ്ട്, അതെങ്ങനെ അറിയൂ എന്നുള്ളൊരു ചിന്തയാണ് ശ്രുതിയുടെ മനസ്സിൽ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ ഞാൻ അന്ന് വീട്ടിൽ വന്ന് അത്രയും സംസാരിച്ചായിരുന്നു, എന്നിട്ട് പോലും നീ തിരിച്ചു വന്നില്ല, അതുപോട്ടെ നിന്റെ മോനും മരുമോളും കൂടി വന്ന് സംസാരിച്ചു, ശ്രുതിയും എന്നിട്ടും നീ തിരിച്ചു വന്നില്ല, ഇപ്പം എന്തു പറ്റി നിനക്കിങ്ങനെ മനസ്സുമാറി തിരിച്ചു വരാനെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുവാണ്. അപ്പോൾ ചന്ദ്ര ഇതിന് മറുപടിയായിട്ട് പറയുന്നതേ, ആ പൂക്കാരുടെ കുടുംബം മൊത്തത്തിൽ എൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് പറഞ്ഞ് കരയുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്ത് രേവതിയുടെ കുടുംബം നിന്നെ കാണാൻ വേണ്ടി വന്നോ? എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ മുമ്പിൽ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ആച്ചാ അതുകൊണ്ട് തന്നെയാണ് അമ്മ വന്നത്, അവർ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മ പാവമല്ലേ, മനസ്സങ്ങോട്ട് അലിഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നതാന്നൊക്കെ സച്ചി കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ അവർ വന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ടാണോ ചന്ദ്രയെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അതേന്നൊക്കെ മറുപടി പറയുന്നുണ്ട്. ശ്രീകാന്തിന് അപ്പോൾ അടുത്ത സംശയം വരുവാണ്, അല്ല അമ്മേ അവർ വന്ന് മാപ്പ് പറയുന്നതിന് മുമ്പ് തന്നെ അമ്മ കേസൊക്കെ പിൻവലിച്ചില്ലേ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതിയും അതേ സംശയം ചോദിക്കുന്നുണ്ട്. ശരിയാണല്ലോ, അതെന്താ അമ്മയെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങളുടെ അച്ഛൻ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നില്ലേ, അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രൻ ഞെട്ടുവേ, നീ തന്നെയാണോ ചന്ദ്ര ഈ പറയുന്നത്, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലായെന്നോ? അപ്പോൾ ചന്ദ്ര പറയും, പിന്നില്ലാതെ വേറെ ആരോ ചെയ്ത തെറ്റിനൊക്കെ നമ്മൾ എന്തിനാ പിരിഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയോ, ഞാൻ തിരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോന്നൊക്കെ ചോദിക്കുവാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ ദേഷ്യത്തിലൊന്നും ഇനി വീണ്ടും ഇറങ്ങിപ്പോവല്ലേ, അല്ലെങ്കിൽ തന്നെ അമ്മയെ കാണാൻ വേണ്ടി ബാമാൻറ്റിയുടെ വീട്ടിൽ വന്ന് എന്തോരം പെട്രോൾ കാശാണെന്നോ പോകുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ശ്രുതിയെ. സച്ചി അപ്പോൾ കളിയാക്കും, കണ്ടോ അച്ഛാ, അവൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പെട്രോൾ കാശ് ഒരുപാട് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അമ്മ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഒന്ന് പോടാ വെറുതെ ഇരിക്കടാ, എനിക്ക് അമ്മ പോയതിൽ നല്ല വിഷമമുണ്ട്. ശ്രുതിയും പറയുന്നുണ്ട്, ആൻറ്റി ഇനി വീടൊന്നും വിട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ എന്തോരം വിഷമിച്ചു എന്നൊക്കെ അറിയാമോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ തിരിച്ചു വരാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു, പിന്നെ എല്ലാവരും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ, പക്ഷെ എൻ്റെ ദേഷ്യം ഇപ്പോഴും പോയിട്ടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോളാം, രേവതി ഇനി ഈ വീട്ടിൽ നിന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ രേവതിയുടെ വീട്ടുകാർ ഈ വീട്ടിലോട്ട് ഇനി കയറി പോകരുതെന്നൊക്കെ ചന്ദ്ര പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഈ പറയുന്നത്, എൻ്റെ അനിയത്തി അമ്മയൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ, അവർക്ക് എന്നെ കാണണം എന്നൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ ഈ വീട്ടിൽ എന്നെ കാണാൻ വരണം എന്നൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടില്ല, ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഈ പറയുന്നത് വലിയ തെറ്റാണ് ചന്ദ്രേ, സ്വന്തം അമ്മയ്ക്ക് മകളെ കാണാൻ പാടില്ലെന്ന് പറയുന്നത് നീ എവിടത്തെ നിയമമാണ്, അങ്ങനെയാണെങ്കിൽ വരട്ടെ,
വരട്ടെ, വാതുക്കൽ വന്ന് കണ്ടിട്ടും പോട്ടെ, ഇതിൻ്റെ അകത്തോട്ട് അവർ കയറാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വാതുക്കൽ വരെ വന്നിട്ട് പോവാൻ അവരെന്താ പോസ്റ്റ്മാനാണോ? അവരിവിടെ വന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, പ്രശ്നമുണ്ട്, അവരിവിടെ വന്നിട്ട് എന്നെ നല്ലോണം നോക്കും, എൻ്റെ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ എന്തോരം സ്വർണ്ണങ്ങളാണ് ഞാൻ ഇട്ടതെന്ന് നോക്കിയിട്ട് അവരുടെ മോനെ പറഞ്ഞു വിടും റോട്ടിലോട്ട്. ഞാൻ റോട്ടിൽ കൂടി നടന്നു പോകുന്ന ടൈമിൽ അവൻ വീണ്ടും എന്നെ ഉന്തിയിട്ട് എൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ടും പോകും എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ് അപമാനിക്കുവാണ് രേവതിയെ. ഇങ്ങനെയൊക്കെ നടക്കും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് വരണ്ടാന്ന് പറയുന്നതെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, സ്വന്തക്കാർ വീട്ടിലോട്ട് വരാൻ പാടില്ലെന്ന് പറയാൻ നമുക്കൊരു അവകാശമില്ല, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. നമുക്കെന്താവാൻ, അവർ വന്നാലായിരിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ചന്ദ്ര വീണ്ടും കുത്തി നോവിക്കുവാണ് രേവതിയെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, അങ്ങനെയൊന്നും നീ പറയരുത് ചന്ദ്രേ, ഇനി അങ്ങനെയൊന്നും നടക്കില്ല, അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊക്കെ ചന്ദ്ര ചൂടാവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയ ശേഷം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ആരും പുറത്താക്കിയിട്ടില്ല, നീ ആയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ചന്ദ്ര പറയും, എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോയപ്പോഴേക്കും നിങ്ങളെന്താ മൊത്തത്തിൽ അച്ഛമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാണെന്നൊക്കെ കേട്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയെ നോക്കുന്നുണ്ട്. രവീന്ദ്രൻ മനസ്സിലാവും ഇത് സച്ചിയുടെ പണിയാണെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോകും എന്ന് പറഞ്ഞു, എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ വഴക്കിട്ട് അമ്മമാരുടെ വീട്ടിൽ പോകാൻ പാടുള്ളൂ, ആണുങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര അപ്പോൾ അത് പോവാം, എന്നാലും ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കണം എന്നൊക്കെ പറയണോ? അതുമാത്രമല്ല, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്നും പറയുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും സച്ചിയെ നോക്കുവാണ്. ഈ സച്ചി ഇങ്ങനെയൊക്കെ അവിടെ പോയി പറഞ്ഞതുകൊണ്ടാണ് ചന്ദ്ര ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതെന്നുള്ള സത്യം രവീന്ദ്രൻ മനസ്സിലാക്കുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛാ, എന്താ അച്ഛ ഇത്, ഈ പ്രായത്തിലാണോ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്താ ചിന്തിക്കാൻ പാടില്ലേ, ഈ നാട്ടിൽ കല്യാണം കഴിക്കുന്നതിന് മാത്രമേ പ്രായപരിധിയുള്ളൂ, ഡിവോഴ്സ് ചെയ്യാനില്ലെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും വർഷയും അതിനോട് അത് ശരിയാന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും വാർത്തയിൽ കണ്ടായിരുന്നു 80 വയസ്സുള്ള ഒരാൾ അയാളുടെ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തെന്ന്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വാപൊളിച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എനിക്ക് 80 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ ഈ പറയുന്നേ, അങ്കിൾ അപ്പോൾ ഡിവോഴ്സിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ മോളെ അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നേ, ഇത്രയും പ്രായമില്ലേ, ഇനി ഇതിങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെ ചന്ദ്രനും നോക്കിയിട്ട് രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ സച്ചിയൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടേ. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ രേവതി, എനിക്ക് കാപ്പി എടുത്തോണ്ട് വാന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എത്ര നേരമായി വന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് എന്നോട് ഇത് കാപ്പി വേണമെന്ന് ചോദിക്കാൻ തോന്നിയത്, പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് ഒച്ചെടുക്കുന്നുണ്ട് രേവതിയോട്. അങ്ങനെ എല്ലാവരും മുറിയിലോട്ട് പോവാണ്. ശ്രുതിയാണെങ്കിൽ ഇതേപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻറ്റി എന്തായിരിക്കും വന്നാലും പെട്ടെന്ന് വരാൻ കാരണം, ആൻറ്റിയുടെ മനസ്സ് മാറിയത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. ശ്രുതിനോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, എന്തായിരിക്കും അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അത് അമ്മ പറഞ്ഞല്ലോ, അച്ഛൻ വന്ന് വിളിച്ചപ്പോഴേക്കും മനസ്സ് മാറിയിട്ട് വന്നതാണെന്ന്. അപ്പോൾ ശ്രുതി പറയും, അങ്ങനെയൊന്നും അല്ല ശ്രുതി, അതല്ല അമ്മ വരാനുള്ള കാരണം, വേറെ എന്തോ ഉണ്ട്. അങ്കിള് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ നേരത്തെ അങ്കിളുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നില്ലേ, വിഷമിച്ചായിരിക്കുന്നുണ്ടായിരുന്നത്, അത് കാണുമ്പോൾ തന്നെ ഊഹിച്ചൂടെ, അമ്മ എന്തോരം ചീത്ത പറഞ്ഞിട്ടായിരിക്കും അച്ഛനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതെന്ന്. ഇത് അതുകൊണ്ടൊന്നല്ല ആൻറ്റി തിരിച്ചു വന്നത്, വേറെ എന്തോ കാരണമുണ്ടെന്ന് ശ്രുതി ഉറപ്പിച്ച് പറയുവാണ്. എന്തെങ്കിലും ആവട്ടെ, അമ്മ വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം, നമ്മൾ എന്തിനാ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, എന്നാലും അങ്ങനെയല്ലല്ലോ ശ്രുതി, എന്താ നിനക്ക് അമ്മ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അയ്യോ അതല്ല, അമ്മ വന്നതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്, പിന്നെ എന്തായിരിക്കും ഞാനും ശ്രുതിയൊക്കെ മാറി മാറി വിളിച്ചിട്ടും വരാത്ത അമ്മ പെട്ടെന്ന് വരാനുണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നീ ഏതായാലും അതിനെപ്പറ്റി വിട്, ഞാൻ ഏതായാലും നല്ല സന്തോഷത്തില ഞാൻ എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അതെങ്ങനെ വിടാൻ സാധിക്കും, എനിക്കത് പറ്റില്ല, ഇതിൻ്റെ പിറകിൽ എന്തോ ഒരു കാരണമുണ്ട്, ആൻറ്റിനോട് ചോദിച്ചാൽ പറയില്ല, പക്ഷേ ബാമാൻറ്റിനോട് ചോദിച്ചാൽ പറയും, ചോദിക്കേണ്ട പോലെ തന്നെ ചോദിക്കണം, അതിനൊരു വഴിയുണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുവാണ്. പിന്നെ രാത്രിയാവുകയാണേ. സച്ചിയും രേവതിയും ഇങ്ങനെ ആകാശം നോക്കിയൊക്കെ കിടക്കുവാണ്. സച്ചി ഇങ്ങനെ നക്ഷത്രങ്ങളെക്കുറിച്ച് കുറേ കഥകളൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. രേവതി അത് കേട്ടു ഇരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, രേവതി, നിനക്കെന്താ ഈ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടൻ തന്നെ പറ, സച്ചിയേട്ടൻ പറയുന്നത് കേൾക്കാനാ രസം എന്ന് പറയുമ്പോൾ സച്ചി പറയും, അത് പറ്റില്ല, നീയും പറയാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നതേ ഈ നക്ഷത്രങ്ങളൊക്കെ ഒന്ന് താഴോട്ട് ഗോൾഡ് കോയിനായിട്ട് വീണിരുന്നെങ്കിലോ എന്ന് ഓർക്കുവാന്ന് പറയുമ്പോൾ സച്ചി പറയും, ഞാനിവിടെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ
ഇങ്ങനെ ഗോൾഡ് കോയിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല സച്ചിയേട്ടാ, നമുക്ക് എന്തോരം കടങ്ങളായിപ്പോൾ, അതൊക്കെ അടച്ചു തീർക്കണ്ടേ? ഈ നക്ഷത്രങ്ങൾ അങ്ങനെ വീണിരുന്നെങ്കിൽ എല്ലാം നമുക്ക് അടച്ചു തീർക്കുമായിരുന്നു. കാറിൻ്റെ ലോണ് തീരാറായി എന്നോർത്ത് സമാധാനിക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും കാറ് വെച്ചിട്ട് തന്നെ ലോൺ എടുത്തില്ലേ, എല്ലാം അടച്ചു തീർക്കണ്ടേന്ന് പറയുമ്പോൾ സച്ചി പറയും, അതിനെന്താ കുഴപ്പം, അതൊക്കെ നമുക്ക് അടച്ചു തീർക്കാം. ഞാൻ നൈറ്റ് കുറച്ച് ഓടിയാൽ മതി, അതൊക്കെ അടച്ചു തീർന്നോളെന്ന് രേവതിയോട് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ നൈറ്റ് വണ്ടിയൊന്നും ഓടിക്കണ്ട, സച്ചിയേട്ടൻ ഇല്ലാതെ എനിക്ക് ഇരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയെ സന്തോഷത്തിൽ. അപ്പോൾ രേവതി പറയും, അതല്ല സച്ചിയേട്ടാ, ഞാൻ ആകെ കുറച്ച് സമയം സച്ചിയേട്ടൻ്റെ ഒപ്പം ചെലവഴിക്കുന്നത് രാത്രിയാണ്. ഇനി സച്ചിയേട്ടൻ രാത്രിയും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കാവും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും രേവതി, നീ ഇങ്ങനെ അതേപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ കല്യാണ മണ്ഡപത്തിലൊക്കെ പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യത്തില്ലേ, ആ ഡെക്കറേഷൻ എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ എല്ലാ മണ്ഡപത്തിലും പോയി ചോദിക്കാൻ പോവാണ്, അവരോടൊക്കെ പറഞ്ഞു വെക്കാലോ, അപ്പോൾ ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ രേവതി പറയുവാണ്. സച്ചിക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കുറച്ച് പൂവെടുത്ത് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് എല്ലാ മണ്ഡപങ്ങളിലും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയും അതേപ്പറ്റി ഇങ്ങനെ ആലോചിക്കുവാണ്. കൊള്ളാലോ രേവതി, പൂ വിൽക്കുന്നവർ ഒരു പടി മേലെ ചിന്തിച്ച് ഇങ്ങനെ ഡെക്കറേഷൻ ഐഡിയയിലോട്ടൊക്കെ പോകുന്നത് വലിയ കാര്യമാണ്, സൂപ്പർ രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് സച്ചി. പക്ഷേ ഓർഡറൊക്കെ കിട്ടുമെന്നറിയില്ല, നമുക്ക് ശ്രമിച്ച് നോക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതൊക്കെ കിട്ടും രേവതി, ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാനും സഹായിക്കാം, ഏതായാലും ഈ സംരംഭം കൊള്ളാം രേവതി, കൈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കൈയൊക്കെ കൊടുത്ത് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട് സച്ചി. രേവതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ശ്രുതി രാവിലെ തന്നെ നേരെ ബാമാൻറ്റിയുടെ വീട്ടിലോട്ട് പോവാണ്. ശ്രുതി വിചാരിക്കുന്നുണ്ട്, ആൻറ്റിക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണം എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമൊന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. ബാമ ശ്രുതിയെ കാണുമ്പോഴേക്കും, ഇതാരും ശ്രുതിയോ, എന്താ ഈ വഴിയൊക്കെ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കെന്താ ആൻറ്റിയെ കാണാൻ വരാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം, ഞാൻ പറഞ്ഞിട്ടില്ലേ നീ എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെയാണ്, ഇരിക്ക് ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ ശ്രുതിയെ സ്വീകരിക്കുന്നുണ്ട് ബാമ. പക്ഷേ വലിയൊരു ചതി ഒളിപ്പിച്ചിട്ടാണ് ശ്രുതിയുടെ ഈ വരവെന്ന് ബാമ മനസ്സിലാക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഈ ഏരിയയിൽ ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ഞാൻ ആൻറ്റിയും കൂടി കണ്ടിട്ട് പോകാലോ എന്ന് ഓർത്ത് വന്നതാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ബാമ അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഈ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നത്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്തിനാ ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നത്? അപ്പോൾ ബാമ പറയും, ഇല്ല, ഇവിടെ ജോലിക്ക് വരുന്ന സ്ത്രീ 2 ദിവസത്തേക്ക് ലീവാണ്, അപ്പോൾ പിന്നെ ഈ പണിയൊക്കെ ഞാൻ തന്നെ എടുക്കണ്ടേ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല, ആൻറ്റിക്ക് കുറേ പ്രഷറും ഷുഗറും അങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതല്ലേ, ഇതൊന്നും ചെയ്താൽ അത്രയ്ക്ക് പിടിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ബാമ പറയും, എന്ത് ചെയ്യാൻ മോളെ, എനിക്ക് ഇപ്പം തന്നെ ഈ 2 ദിവസം പണിയെടുത്തിട്ട് കൈകാൽ വേദന, തലവേദന എല്ലാം എടുക്കുന്നു. പണ്ടൊക്കെ മോൾ എപ്പോഴും ആഴ്ചയിൽ ഈ വീട്ടിലോട്ട് വരുമായിരുന്നു ആൻറ്റിയെ കാണാൻ വേണ്ടി, പക്ഷെ ഇപ്പോൾ വരാറില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി, എനിക്ക് അറിയാലോ ഒരുപാട് ക്ലയൻസ് ബിസി ആയിപ്പോയി എന്ന് പറയുമ്പോഴേക്കും ബാമ പറയും, അത് സാരമില്ല, മോള് സന്തോഷത്തോടെയല്ലേ കഴിയുന്നത്, എനിക്കത് കേട്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, വാ ഞാനൊരു ഹെഡ് മസാജ് ചെയ്ത് തരാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ബാമ പറയും, ഹേയ് അതൊന്നും വേണ്ട മോളെ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ഇന്ന് ആൻറ്റിക്ക് മസാജ് ചെയ്ത് തന്നിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാമയെ നിർബന്ധിച്ച് അവിടെ ഒരു ചെയറിൽ ഇരുത്തുവാണ് ശ്രുതി. ബാമയ്ക്കാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുവാണേ. ബാമ പറയുന്നുണ്ട്, എത്ര നാളായി ഇതുപോലൊരു മസാജൊക്കെ ചെയ്തിട്ട്, നിന്റെ കൈ തൊട്ട എൻ്റെ എല്ലാ അസുഖങ്ങളും മാറും, നല്ല കൈയാണ് കേട്ടോ മോളെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട്. ബാമ അങ്ങനെ മസാജിൽ മുഴുകിയിരിക്കുവാണേ കണ്ണൊക്കെ അടച്ചിട്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് എന്താ ഇത്ര സ്ട്രെസ്സ്, എന്താലോചിച്ചിട്ടോ ഇത്രയും തലവേദനയൊക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, എനിക്കല്ലെങ്കിൽ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ തലവേദനയുണ്ട്, അതും പോരാനിട്ട് നിൻ്റെ ആൻറ്റിയുടെ കാര്യം പറയണ്ടല്ലോ, വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ച് പറയും, അത് കേൾക്കുമ്പോഴേക്കും എൻ്റെ സ്ട്രെസ് ഒന്നുകൂടെ കൂടുവാൻ മോളെ എന്നൊക്കെ ബാമ പറയുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ മസാജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബാമ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുവാണേ. എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹം ആൻറ്റി, പക്ഷേ ചന്ദ്ര ആൻറ്റി എന്തെങ്കിലും പറയുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ വരാത്തേന്ന് പറയുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, അവൾ പണ്ട് തൊട്ടേ അങ്ങനെയാണ്, എല്ലാത്തിനും എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ചില സമയം റൂഡായിട്ടൊക്കെ നടക്കും, പക്ഷേ ബാമ ആൻറ്റി അങ്ങനെയല്ല, എന്തൊരു സോഫ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാമ ആൻറ്റി എന്നൊക്കെ ശ്രുതി പറഞ്ഞ് സോപ്പിടുന്നുണ്ട് ബാമയെ. ബാമക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ അതൊന്നും എൻ്റെ മോന് മനസ്സിലാവുന്നില്ലല്ലോ, വന്നു കയറിയ മരുമോക്കും മനസ്സിലാവുന്നില്ല, അവൾ എൻ്റെ മോനെയും വിളിച്ചുകൊണ്ടും പോയി, ഇവിടെ ഞാനും ഒറ്റയ്ക്കുമായി. പക്ഷേ ചന്ദ്ര, അവൾക്ക് 3 നല്ല സ്വർണം പോലത്തെ മരുമക്കളെ കിട്ടിയിട്ട് അവരുടെ സ്നേഹവും ഒന്നും അവൾ മനസ്സിലാക്കുന്നില്ല,
ഇപ്പോൾ കൂടി ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നില്ലേ അവള്. ഭാമയുടെ വായിൽ തന്നെ ആ ടോപ്പിക്ക് വീണപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രാൻറ്റി ഇത്രയും പെട്ടെന്ന് മനസ്സ് മാറി അങ്ങോട്ടേക്ക് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഭാമയാണെങ്കിൽ ശ്രുതിയുടെ മസാജിലും ഇങ്ങനെ മയങ്ങിയിരിക്കുവാണ്. എങ്ങനെ ആൻറ്റിയെ മനസ്സ് മാറ്റി വീട്ടിലോട്ട് കൊണ്ടുവരുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ആൻറ്റിയുടെ മനസ്സ് മാറി ആൻറ്റി വീട്ടിലോട്ട് വന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഭാമ ഇങ്ങനെ എല്ലാം കേട്ടോണ്ടിരിക്കുവാണേ. രേവതിയുടെ കുടുംബത്തിൻ്റെ മേലിൽ അത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ആൻറ്റിക്ക്. പക്ഷെ ആ ദേഷ്യമെല്ലാം മാറി ആൻറ്റി വീട്ടിലോട്ട് തിരിച്ചു വന്നു. ദയവായിട്ടാണ് ആൻറ്റിയുടെ മനസ്സ് മാറ്റിയെന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ദയവായിട്ടൊന്നും അല്ല മോളെ, വക്കീലായിട്ടാണ് നിങ്ങളുടെ അമ്മയുടെ മനസ്സ് മാറ്റിയെന്ന് പറയുവാണ്. വക്കീൽ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സ് മാറിയെന്ന് ഭാമ ആ മസാജിൽ ഇങ്ങനെ മയങ്ങി നിൽക്കുമ്പോൾ പറയുവാണ്. ശ്രുതി അത് കേട്ട് ഞെട്ടുവാണേ. എന്തോ വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തെന്നോ? അപ്പോഴേക്കും ഭാമ ഇങ്ങനെ ഞെട്ടുവാണേ. അതൊന്നുമില്ല മോളെ, ഞാൻ പെട്ടെന്ന് മസാജ് ചെയ്തപ്പോഴേക്കും അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു പോയതാ. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ടേ, കണ്ടോ എന്നെ മോളെ പോലെയാ കാണരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സത്യങ്ങളൊന്നും പറയില്ലല്ലേ. പറ ആൻറ്റി, എന്താ 2 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞതെന്നൊക്കെ ശ്രുതി അറിയാൻ ശ്രമിക്കുവാണേ ഭാമേൻ്റെ അടുത്ത്. ഭാമ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ പതറി നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.